പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്ക് ഇന്ന് പഠിക്കേണ്ടത് നിംബാർക്ക ആചാര്യനെ കുറിച്ചാണ്. ബുദ്ധ ജിനേന്ദ്ര ഗോരക്ഷ പാണി നിശ്ച പതഞ്ജലി ശങ്കരോ മധ്വനിംബാർഗൗ. നിംബാർക്കാചാര്യൻ ആന്ധ്രാപ്രദേശിലെ വൈഡൂര്യ പട്ടണമെന്ന സ്ഥലത്ത് 11-ാം നൂറ്റാണ്ടിൽ പരമഭാഗവതന്മാരായിരുന്ന അരുണമുനി, ജയന്തി ദേവി ദമ്പതിമാർ ജീവിച്ചിരുന്നു. കാർത്തിക പൗർണമി നാളിൽ അവർക്കുണ്ടായ പുത്രന് നിയമാനന്ദൻ എന്ന പേരിട്ടു. നിയമം എന്നത് ഒരു അന്നത്തെ ഒരു പൂജാ സമ്പ്രദായമായിരുന്നു. പിന്നീട് ആ കുടുംബം വൃന്ദാവനത്തിലെ ഗോവർദ്ധന പർവ്വതത്തിനടുത്തുള്ളൊരു ഗ്രാമത്തിൽ താമസമാക്കി. നിയമാനന്ദനെ പാരമ്പര്യമനുസരിച്ച് ഉപനയനം നടത്തി വേദാഭ്യാസവും നടത്തിച്ചു. ഒരിക്കൽ സൂര്യാസ്തമന സമയത്ത് ഒരു സന്യാസി ഭിക്ഷ ചോദിച്ച് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിൽ ജയന്തി ദേവിയും നിയമാനന്ദനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണമില്ലായിരുന്നു. സൂര്യാസ്തമനം കഴിഞ്ഞാൽ സന്യാസിയൊന്നും കഴിക്കില്ല താനും. നിയമാനന്ദൻ ഓടിപ്പോയി കുറച്ചു പഴം പറിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. എന്നാൽ അസ്തമനമായതുകൊണ്ട് സന്യാസി കഴിക്കുവാൻ വിസമ്മതിച്ചു. അപ്പോൾ നിയമാനന്ദൻ സൂര്യപ്രകാശം ചൊരിയുന്നൊരു ചക്രം മുറ്റത്തെ വേപ്പിൻ മരത്തിൽ, നിംബവൃക്ഷം എന്ന് പറയും വേപ്പിൻ മരത്തെ, അവിടെ വച്ചു. ആ പ്രകാശത്തിൽ സന്യാസി ഭക്ഷണം കഴിച്ചു. നിംബത്തിന്മേൽ അർക്കനെ പ്രതിഷ്ഠിച്ചയാൾ എന്നർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേരന്ന് മുതൽ നിംബാർക്കൻ എന്നായി. 8-ാം വയസ്സിൽ നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ട് അഷ്ടാദശ മന്ത്രം ഉപദേശിച്ചു. നിംബാർക്ക് ആചാര്യന് മുമ്പുള്ള ആചാര്യന്മാരെല്ലാം പ്രസ്ഥാനത്രയ ഉപനിഷത്ത്, ഗീതാ ബ്രഹ്മസൂത്രത്തെ അംഗീകരിച്ചപ്പോൾ നിംബാർക്ക് ആചാര്യൻ പ്രസ്ഥാന ചതുഷ്ടത്തെ മുന്നോട്ട് വച്ചു. ശ്രീമദ് ഭാഗവതത്തെ മുഖ്യ ഗ്രന്ഥമായി കരുതിയാണ് അദ്ദേഹം തൻ്റെ മതത്തെ പ്രചരിപ്പിച്ചത്. കഠിനമായി തപസ്സു ചെയ്ത് തൻ്റെ ഗ്രാമത്തിൽ വെച്ചു തന്നെ നിംബാർക്ക് ആചാര്യൻ ശ്രീകൃഷ്ണന്റെ ദർശനം നേടി. അദ്ദേഹം മുന്നോട്ട് വച്ചത് ദ്വൈത വേദാന്തമാണ്. ഈശ്വരൻ എന്ന പരമാത്മാവ് ശ്രീകൃഷ്ണനായി അവതരിച്ചെന്നും പരമാത്മാവ് സ്വതന്ത്ര സത്തയും നിയന്ത്രകനുമാണെന്നും അദ്ദേഹം സിദ്ധാന്തിച്ചു. ജഗത്ത് എന്നത് ഭോഗ്യവും ജീവൻ എന്നത് ഭോക്താവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവ പരമാത്മാവിൽ നിന്ന് ഭിന്നവും എന്നാൽ അഭിന്നതയുള്ളതുമാണ്. ഈ ഭിന്നാഭിന്നതയാണ് ദ്വൈതാദ്വൈതം. ഭാഗവതത്തെയാണ് വൈദിക ഗ്രന്ഥങ്ങളെയല്ല അദ്ദേഹം പരമപ്രമാണമായി അംഗീകരിച്ചത്. തൻ്റെ സിദ്ധാന്തങ്ങൾ പ്രകടമാക്കുവാൻ ദശശ്ലോകി, വേദാന്ത പാരിജാത സൗരഭം, ശ്രീകൃഷ്ണ സ്തവരാജാഹ, മന്ത്രരഹസ്യ ഷോഡശി, പ്രപന്നകൽപ്പവല്ലി, ഗീതാകാവ്യാർത്ഥം, പ്രപന്ന ചിന്താമണി, സദാചാര പ്രകാശം എന്നീ കൃതികൾ അദ്ദേഹം രചിച്ചു. ഇതിൽ അവസാനത്തെ 3 ഇപ്പോൾ ലഭ്യമല്ല. ശ്രീനിവാസാചാര്യ മധുരയിൽ, ഔദ്ദുബ ആചാര്യ കുരുക്ഷേത്രയിൽ, ഗൗതമമുഖാചാര്യ നൈമിഷാരണ്യത്തിൽ ഈ 3 ശിഷ്യന്മാരെ തൻ്റെ മതം പ്രചരിപ്പിക്കുവാൻ അദ്ദേഹം നിയോഗിച്ചു. നിംബാർക്കാചാര്യരുടെ അനുയായികൾ ബംഗാൾ മുതൽ രാജസ്ഥാൻ വരെ വലിയ സംഖ്യയിലുണ്ട്. ഭാഗവത പാരായണവും വ്രജമണ്ഡലത്തിൻ്റെ 84 കോസം പ്രദക്ഷിണവും അവർ മുഖ്യ മതകർത്തവ്യമായി കരുതുന്നു. സജ്ജനങ്ങളെ, നമ്മുടെ ആചാര്യന്മാരുടെ വൈവിധ്യമാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഭാഗ്യം. നിംബാർക്ക ആചാര്യൻ ദ്വൈതത്തെയാണ് അടിസ്ഥാന പ്രമാണമായിട്ട് കരുതിയത്. അദ്ദേഹത്തിൻ്റെ മതം എന്ന വാക്കിന് അഭിപ്രായം എന്നാണ് അർത്ഥം. അപ്പോൾ ശങ്കരാചാര്യസ്വാമികൾ അദ്വൈതത്തിൽ ഉറച്ചു നിന്നു. അദ്വൈതമാണ് ആത്യന്തികമായ സത്യം എന്ന് അദ്ദേഹം ദ്വൈത ആചാര്യന്മാരെ മുഴുവൻ സംവാദത്തിന് വെല്ലുവിളിച്ച് തെളിയിച്ചപ്പോൾ ഇവിടെ നിംബാർക്കൻ എന്ന് പറയുന്ന ആചാര്യൻ വ്യത്യസ്തമായ രീതിയിൽ ആ ദർശനത്തെ ഒന്നുകൂടി പുതുക്കി. അദ്ദേഹം ഭാഗവതത്തെ മുഖ്യ ഗ്രന്ഥമാക്കി. ഭാഗവതം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിത കഥ പറയുന്നതാണ്. അപ്പോൾ ശ്രീകൃഷ്ണനെ പരമമായി കരുതി. ഇങ്ങനെയൊക്കെ കരുതുവാനുള്ള സ്വാതന്ത്ര്യവും വൈവിധ്യങ്ങളെ പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യവും ദർശനങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾക്കും സംവാദങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യവും ഒക്കെ നിറഞ്ഞതാണ്
സനാതന ധർമ്മത്തിൻ്റെ അതിവിശാലമായ ലോകം എന്ന് മനസ്സിലാക്കുക. അവിടെയാണ് നിൻബാർക്ക ആചാര്യന് ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം പ്രണാമങ്ങൾ അർപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.